പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനൊരുങ്ങി ബി.ജെ.പി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന നിതിൻ നബീനാണ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത. ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. ഇന്ന് 2 മണി മുതൽ സംസ്ഥാന ഘടകങ്ങൾ റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിൽ നിന്നും 20 അംഗ പ്രതിനിധി സംഘമാണ് എത്തിയത്. നാളെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. കേരളത്തിൽ നിന്നുള്ള 20 പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് രേഖപ്പെടുത്തി ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ വോട്ടിന് രേഖപ്പെടുത്തി കഴിഞ്ഞു. നാളെയാണ് ഫൈനലായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം, ഞങ്ങളും കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അധ്യക്ഷൻ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ആരായാലും വരിക. നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന നിതിൻ നബീനെ പിന്തുണച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന ഘടകങ്ങളുടെ പിന്തുണയോടെ ഒരാളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുന്നതാണ് നിലവിൽ ബി.ജെ.പിയുടെ രീതി. സംസ്ഥാന തലത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ദേശീയ തലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി.ജെ.പി. പുതിയ ദേശീയ അധ്യക്ഷനെ നാളെ പ്രഖ്യാപിക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പുതിയ നേതൃത്വത്തിനു മുൻപിലെ ആദ്യ കടമ്പ. ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്തിന് മുൻപിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.